മറ്റൊരു മതരാഷ്ട്രീയം കൊണ്ട് കോൺഗ്രസിന് സാധിക്കുമോ? ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഉടനെ ആ മതരാഷ്ട്രീയം ശരിയാകുമോ? കോൺഗ്രസിൻ്റെ കൂടെയുള്ള മതരാഷ്ട്രീയം ശരി, BJP മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രീയം തെറ്റ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അർത്ഥമാക്കുന്നു എന്ന് പറഞ്ഞാൽ BJP മുന്നോട്ട് വെക്കുന്ന ഒരു മതരാഷ്ട്രീയമാണ് എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. BJP-യുടെ ഒരു മതരാഷ്ട്രീയവാദമാണ് എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അങ്ങനെയാണോ? അനിൽകുമാറിനോടാണ്. അതൊരു മതരാഷ്ട്രീയമാണ്. ആരോടാണ് സർ? അനിൽകുമാറിനോടാണ്. ആരുടെ? BJP-യുടെ ഒരു മതരാഷ്ട്രീയമാണ്. ഏത് ചോദ്യം കേട്ടില്ല, ഒന്നുകൂടെ പറയാം. അല്ല, അങ്ങ് പറഞ്ഞു രണ്ട് മതരാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞു. BJP-യുടെ ഒരു മതരാഷ്ട്രീയമാണ്, മതരാഷ്ട്രവാദമാണ്. ഓക്കെ, BJP-യുടെ ഒരു മതരാഷ്ട്രവാദമാണ്. BJP മുന്നോട്ട് വെക്കുന്നത് മതരാഷ്ട്രവാദമാണ്. ഓക്കെ, CPM-ന്റെ അവസാനത്തെ പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത് ഫാഷിസ്റ്റ് പ്രവണതയുള്ള വേണ്ടിയാണ്. BJP-യുടെ ഒരു ഫാഷിസ്റ്റ് പ്രവണതയുള്ള ഭരണമാണ് എന്നാണ് അവസാനത്തെ പാർട്ടി കോൺഗ്രസ് രേഖ പറയുന്നത്. ഇത് രണ്ടും ഒന്നാണോ? CPM-ന്റെ പരിപാടി, CPIM-ന്റെ പരിപാടി 2000-ലാണ് അംഗീകരിച്ചത്. 2000-ലെ CPM പരിപാടിയിൽ വളരെ വ്യക്തമായി പറയുന്നു, ഹിന്ദുമതത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഹിന്ദുത്വ എന്ന പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് BJP നടപ്പാക്കുന്നത്. അന്ന് വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്ന കാലത്താണ് 2000-ൽ CPM-ന്റെ പരിപാടി. ഹിന്ദുമതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഹിന്ദുത്വ എന്ന വാക്ക് പാർട്ടി രേഖകളിലുണ്ടോ അനിൽകുമാർ? ഹിന്ദു മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഹിന്ദുത്വ എന്ന വാക്ക് പാർട്ടി രേഖകളിലുണ്ടോ? പാർട്ടി രേഖയിലുള്ള വാചകം കൃത്യമായിട്ട് പറയാം. മതത്തെ അടിസ്ഥാനപ്പെടുത്തി, ഹിന്ദു മതത്തെ അടിസ്ഥാനപ്പെടുത്തി എന്ന് മുന്നോട്ട് വെച്ചുകൊണ്ട് ഹിന്ദുത്വ എന്ന പേരിലുള്ള രാഷ്ട്രീയ പദ്ധതിയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ആ രാഷ്ട്രീയ പദ്ധതിക്ക് ബദലായി ന്യൂനപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടാൻ പരിശ്രമിക്കുന്നു. ഈ രണ്ട് ശക്തികളെയും നിരാകരിക്കണം. ഞങ്ങൾ BJP-യെ ഹിന്ദു പാർട്ടിയായി കാണുന്നില്ല, അവർ ഹിന്ദുത്വ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ അജണ്ടയെ മുന്നോട്ട് വെക്കുന്നു എന്നാണ് CPM-ന്റെ എല്ലാ രേഖകളിലും പറയുന്നത്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും നിങ്ങളുടെ കൂടെ ഇപ്പോഴുള്ള, നിങ്ങളുടെ മുന്നണിയിൽ ഇപ്പോഴുള്ള INL എന്നൊരു കക്ഷിയുണ്ട്. നിങ്ങളുടെ മുന്നണിയിൽ INL എന്ന കക്ഷിയുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? അവര് മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ദേശീയ മുസ്ലിമിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ധാര പണ്ട് കോൺഗ്രസിനുണ്ടായിരുന്നു. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് അടക്കമുള്ളവർ ആ ധാരയുടെ തുടർച്ചയായി നിൽക്കുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ച എന്നാണ് അവരവകാശപ്പെടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ദേശീയ നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഒരു മതപാർട്ടിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. മതരാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിമർശിക്കാം. മുസ്ലിം ലീഗ് ഒരു മതരാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യൻ നാഷണൽ ലീഗ് ദേശീയ മതവിഭാഗത്തോടുള്ള